പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ കൃഷിന്റെ ജീവിതത്തിൽ. എന്തൊക്കെ സംഭവിച്ചാലും കൺമണി ഇല്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ആ കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അല്ല കൃഷി സാറേ, ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മതിയോ? ഏറ്റെടുത്ത ജോലി അത് കംപ്ലീറ്റ് ആക്കണ്ടേ? അത് ഉടൻ തന്നെ കംപ്ലീറ്റ് ആകും. കാരണം എൻ്റെ കൂടെ നീയില്ലേ. പിന്നെ എന്താ ഒരു പ്രശ്നം? ഞാൻ എന്തായാലും പുതിയ നീക്കങ്ങളെല്ലാം ഇതിനു വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയുമില്ല. കാര്യങ്ങൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കും. ഇതെല്ലാം കണ്ട് കേണലും സന്തോഷിക്കുകയാണ്. കൺമണിയും കൃഷും രണ്ടുപേരും പരസ്പരം വളരെ നല്ല മാച്ച് തന്നെയാണ്. ജീവിതത്തിലും ഇതുപോലെ അവർ ഒന്നിച്ചു പോയാൽ മതി, കേണൽ മനസ്സിൽ പറയുകയാണ്. എന്നാൽ ഇതേ സമയം ആന്റിയമ്മ മാനസയെ ഫോൺ ചെയ്യുന്നു. എടി, നീ അറിഞ്ഞോ കാര്യങ്ങൾ? എന്താ ആന്റിയമ്മ? എവിടെയാണ് കൃഷ് ഉള്ളത് എന്നുള്ള കാര്യമല്ലേ? കേണലിന്റെ വീട്ടിലാ. ആ കാര്യം നീ അറിഞ്ഞാൽ മാത്രമേ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ. അല്ല ആന്റിയമ്മ, ഇനി ഞാനെന്താ ചെയ്യണ്ടേ? നീ എന്താ ചെയ്യണ്ടേന്നോ? നീയും പോകണം അവിടേക്ക്. കൃഷിന്റെ റൂമിലേക്ക് അങ്ങ് ഇടിച്ചു കയറി സ്ഥാനം ഉറപ്പിക്കണം. അല്ല, അത് പ്രശ്നമാകില്ലേ? എന്ത് പ്രശ്നം? ഇത്തിരി ധൈര്യം കാണിച്ചാൽ മാത്രം മതി. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ കൃഷുമായി? അപ്പോൾ ആ കൺമണിയേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം നിനക്കുണ്ട്. നിനക്ക് കൃഷ്ണനെ വേണോ? വേണം ആന്റിയമ്മ. എന്നാൽ നീ എന്തായാലും പോണം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വെറുതെ ഉഴപ്പ് കാണിച്ചാൽ നിനക്ക് തന്നെയായിരിക്കും തിരിച്ചടി ഉണ്ടാവുക. ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആന്റിയമ്മ, ഞാൻ റെഡിയാ പോകാൻ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ ഇപ്പോൾ തന്നെ പോകാം. ആ, അങ്ങനെ വഴിക്കുക. എന്തായാലും നീ ചെല്ല്. ഇതേ സമയമാണ് യാത്ര തുടരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി കൃഷിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളി കൊല്ലാൻ ശ്രമിക്കുകയാണ് കൃഷിനെ. കൃഷ് അത് ചെറുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ കൃഷ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. തന്റെ ജീവിതം ഇവിടെ അവസാനിക്കുമോ എന്ന് കൃഷ് ഭയപ്പെടുന്നു. അപ്പോഴാണ് അവിടേക്ക് എസ്റ്റേറ്റ് തൊഴിലാളികളുടെ നേതാവായ ആ സ്ത്രീ കടന്നു വരുന്നത്. അവൾ കൃഷിനെ വിടാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അയാൾ അത് അനുസരിച്ചു കൊണ്ടുപോകുന്നു. ഇതോടെ ഇവിടെ ഒറ്റയ്ക്കൊന്നും നടക്കല്ല കൃഷേ. ചിലപ്പോൾ ജീവൻ പോലും ബാക്കി കാണില്ല. ഓ, എന്നെ കൊന്ന് അങ്ങ് ജയിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മരിക്കാൻ എനിക്ക് ഒരു പേടിയുമില്ല. പ്രത്യേകിച്ച് ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞ് കൃഷ് പോകുന്നു. ഇതേ തുടർന്ന് കൺമണിയെ കണ്ടതിനെ തുടർന്ന് എനിക്ക് നേരെ ആക്രമണമുണ്ടായി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. അല്ല കൃഷ് സാറേ, അവരെ ആക്രമിക്കുന്നതിന് പിന്നിൽ കാരണം പൈസയ്ക്കൊന്നും വേണ്ടിയല്ല, ആഹാരത്തിന് വേണ്ടിയാ. കൃഷ് സാർ മനസ്സ് വെച്ചാൽ അവർക്കും ഉപകാരമുള്ള കാര്യം ചെയ്യാൻ സാധിക്കും. കൃഷ് സാർ അത് ചെയ്യണം. ഞാൻ ശ്രമിക്കാം. കൺമണി, നീ പേടിക്കണ്ട. കാര്യങ്ങൾ എല്ലാം ശരിയാകും. അതെനിക്ക് ഉറപ്പുണ്ട്. ശരി കൃഷ് സാർ, കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നിലേക്ക് പോകട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതോടെ കൃഷ്ണനും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കൃഷ്ണനെ ഞെട്ടിച്ചുകൊണ്ട് മാനസ അവിടേക്ക് കയറി വരുന്നത്. ഇതോടെ കൺമണിക്കാകെ വാശിയേറിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.